ഹാർട്ട് ഫെയിലായി മരിച്ചു പോകുന്നു. അങ്ങനെ ഞാനും മരിക്കാൻ സാധ്യതയുണ്ട്, നീയും മരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ചാൻസ് എല്ലാം അള്ളാഹ് ആരാധിക്കാൻ, നിസ്കരിച്ച് ആസ്വദിക്കാൻ ഉപയോഗപ്പെടുത്തൂ മുസ്ലിം ലോകമേ എന്ന് മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം ബിൻ അൽ-ബർദിസ്വത്ത് അൽ-ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തോട് ആഹ്വാനം ചെയ്യുന്നു. അതാണ് നമുക്ക് ഉപകരിക്കുക, മറ്റൊന്നും ഉപകരിക്കുകയില്ല. ഉപകരിച്ചിട്ട് നാം കണ്ടിട്ടുമില്ല. ടൈം വേസ്റ്റ് ആയത് മാത്രമേ ഉള്ളൂ, തല ചൂടാക്കിയത് മാത്രമേ ഉള്ളൂ, ചർച്ച ചെയ്തിട്ട് ടൈം വേസ്റ്റ് ആക്കിയതല്ലാതെ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ളതായ കാര്യത്തിലൂടെ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന വേളയിൽ മറ്റു വിഭാഗം ഫിലിം കാണുന്നു. നിങ്ങൾക്ക് എന്ത് പറയാം? ക്ലാസ് അവസാനിക്കുന്ന വേളയിൽ ആ സന്ദർഭത്തിൽ മലക്കുകളോട് കൂടിയിരിക്കാനുള്ള ചാൻസ് കിട്ടി. മഹാഭാഗ്യം. അർശിന്റെ പരിസരത്തിൽ ഇരിക്കാറുള്ളതായ മലക്കുകളെ പോലത്തെ, അല്ലാഹുവിന്റെ പരിസരത്തിൽ ഇരിക്കാറുള്ളതായ മലക്കുകളെ പോലത്തെ മുഖർറബുകളായ മലക്കുകളുടെ കൂടിയാണ് ഇരിക്കുന്നത്. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി മഹഫറത്തിന് വേണ്ടി അവരോട് ചോദിക്കുന്നു. ഇതൊക്കെ സഹീഹായ ഹദീസിൽ വന്നതാണ്. ഈ ഭാഗ്യം കിട്ടുന്നുണ്ടോ? ഫിലിമിന്റെ അടുക്കൽ ഇരിക്കുന്നവർക്ക്, ഏഷ്യനെറ്റിന്റെ താഴെ ഇരിക്കുന്നവർക്ക്, പൈങ്കിളി സാഹിത്യത്തിന്റെ കൂടെ ജീവിക്കുന്നവർക്ക്, അല്ലെങ്കിൽ മറ്റു ശബ്ദ കോലാഹലങ്ങളാകുന്ന മ്യൂസിക്കുകൾ, ഹാർമോണിയങ്ങളെല്ലാം കേട്ടിട്ട് ടൈം വേസ്റ്റാക്കുന്നവർക്ക് ഇല്ല എന്ന് മാത്രമല്ല, അവർ അള്ളാന്റെ കോപത്തിനും ശാപത്തിനും ഇരയായിക്കൊണ്ടേയിരിക്കുന്നു. അള്ളാഹു അവരെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ, സത്യത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നാം പറഞ്ഞു വരുന്നത് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇവർ തള്ളി പറയുന്നതായ സഹീഹ് ബുഖാരി, പിന്നെ അവർ പറയുന്ന 30 ഹദീസ് ആവട്ടെ, അല്ലെങ്കിൽ 300 ഹദീസ് ആവട്ടെ, 110 ഹദീസ് ആവട്ടെ, എത്രയായിരുന്നാലും വിരോധമില്ല. അതിനെ കുറിച്ചുള്ള ചർച്ച അത് നാം ചെയ്യേണ്ടതാണ്, അവർ ചെയ്യേണ്ടതല്ല. നിങ്ങൾ ഇസ്ലാമിലേക്ക് മടങ്ങി വരൂ, തൗബ ചെയ്യൂ, 5 വക്ത് നിസ്കരിക്കാൻ വേണ്ടി ആരംഭിക്കൂ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കാൻ തീരുമാനിക്കൂ. അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ചർച്ച ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ടടുത്ത് വെച്ചിട്ട് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ബുഖാരിയിലുള്ള ഹദീസുകളെ കുറിച്ചുള്ള വിധികൾ, മുസ്ലിമിലുള്ള ഹദീസുകളെ കുറിച്ചുള്ള വിധികൾ, അത് സംശയങ്ങൾ, അതെല്ലാം തീർക്കാനും തീരാനും സാധിക്കുന്നതാണ്. വളരെ എളുപ്പമാണ്, വളരെ ലളിതമാണ്. അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ച് അവരനുസരിക്കേണ്ടതുപോലെ അനുസരിക്കുന്ന വേളയിൽ ഹൃദയ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഹൃദയ സാന്നിധ്യത്തോടു കൂടി അവളെ സ്വീകരിക്കാനുള്ളതായ സന്മനസ്സുണ്ടായിരിക്കും. ഇപ്പോഴോ അഥവാ 5 വക്തിന്റെ ആളോ 3 വക്തിന്റെ ആളായി മാറുമ്പോഴോ ഉണ്ടാവില്ല. എന്താണ് ഉണ്ടാവുക? പൈശാചിക വഹി, അതുപോലെ തന്നെ ജൂതന്മാരുടെ വഹി, അതാണ് അവരുടെ തലയിൽ കറങ്ങുക. അതുകൊണ്ട് മർക്കട ദൃഷ്ടിയായിരിക്കും ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുക. ദേഹിച്ച് വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതമാണ് അവരുടെ ജീവിതം. അവിടെ ഒന്നും എത്ര തന്നെ മറുപടി പറഞ്ഞാൽ കേറാൻ ആദ്യമായിട്ട് പറയേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് 5 വക്ത് നമസ്കാരം നമസ്കരിക്കാൻ തീരുമാനിച്ച രംഗത്തിറങ്ങുക. അപ്പോഴാണ് സത്യം ഉൾക്കൊള്ളാനുള്ളതായ സന്മനസ് ഉണ്ടാവുകയെന്ന് അങ്ങനെയുള്ളവരോട് പ്രത്യേകിച്ച് ഞാൻ ഉണർത്തുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സഹീഹി ക്രോഡീകരിച്ച ശേഷം അവരുടെ കാലഘട്ടത്തിൽ അഗ്രഗണ്യന്മാരായ യഹ്യ ഇബ്നു മഈൻ, അലി ഇബ്നുൽ മദീനി, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, പർവ്വതങ്ങൾ, നമ്മുടെ ദൃഷ്ടിയിൽ പർവ്വതങ്ങൾ. നാം അങ്ങനെയാണ് അവരെ കാണുക, നാം അങ്ങനെയാണ് അവരെ ഗണിക്കുക. പർവ്വതങ്ങൾ, അതേ പർവ്വതങ്ങൾ തന്നെയാണ്. അലി ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ഇമാം ബുഖാരി പറയുന്നു, ഞാൻ എന്റെ ജീവിതത്തിൽ ആരുടെ മുമ്പിൽ ഇരുന്നാലും എന്നെ താഴ്ന്നു കാണാറില്ല, അലിന്റെ മുമ്പിൽ ഒഴിച്ച്. അപ്പോൾ ആരാണ് അലി എന്ന് പിന്നെ പറയേണ്ടതില്ല. ഞാൻ ആരുടെ സദസ്സിൽ ഇരുന്നിട്ട് വിജ്ഞാനം കേട്ടാൽ എനിക്ക് അറിയാത്തത് കേൾക്കാറില്ല. ഇമാം ബുഖാരി പറയുന്നു, എനിക്ക് അദ്ദേഹത്തിന്റെ വിജ്ഞാനം, അദ്ദേഹത്തിന്റെ പക്കൽ നിന്നിട്ട് ക്ലാസ് കേൾക്കുമ്പോൾ, എൽമ കേൾക്കുമ്പോൾ ഒരു പുതുമ തോന്നാറില്ല. ആരിലൊഴിച്ച്? അലിയിലൊഴിച്ച്. അലീബിന് മദീനിൽ നിന്നിട്ട് വല്ലത് കേട്ടാൽ എനിക്ക് ഞാനൊന്നുമല്ലാതെ തോന്നലാണെന്നാണ്. അപ്പോൾ ബുഖാരി ഇമാം ഞാനൊന്നുമല്ല എന്ന് തോന്നുന്നു അലിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ. അപ്പോൾ അലി ഇബ്നുൽ മദീനി ആരാണ് കൂട്ടരെ? അങ്ങനെയുള്ള മഹാനായ അലി ഇബ്നുൽ മദീനി, യഹ്യ ഇബ്നു മഈൻ, അപ്രകാരം തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ഞാൻ ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ലോകം അദ്ദേഹത്തിന് അംഗീകരിച്ച അംഗീകാരത്തെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹം മരിച്ച ദിവസത്തിലേക്ക് നോക്കിയാൽ മതി. ഒരു മനുഷ്യന്റെ പെരുമയെ കുറിച്ച് മനുഷ്യനെ അംഗീകരിച്ചു എന്നത് തീരുമാനിക്കാൻ എവിടെയാണ് നോക്കേണ്ടത്? പണ്ഡിതന്മാർ പറയാറുണ്ട്, സലഫ് സാലിഹ്യങ്ങൾ പറയാറുണ്ട്, മരണ ദിവസം നോക്കിയാൽ മതി.
ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മരണദിന ദിവസം ഇറാഖ് കൂഫയിലുള്ളതായ കടൽ തീരത്ത് അപ്രകാരം തന്നെ ഫുറാത്ത് നദിയില് ദജ്ല നദിയില് മുഴുവനും കപ്പലുകളായിരുന്നു, തോണികളായിരുന്നു, ലഞ്ചുകളായിരുന്നു. അപ്രകാരം തന്നെ ജനങ്ങൾ വാർത്ത കേട്ടിട്ട് മയ്യിത്ത് നിസ്കരിക്കാൻ വന്നതാണ്. അവസാനം കരയിൽ മുഴുവനും ജനങ്ങൾ നമസ്കരിക്കാൻ തടിച്ചു കൂടിയിട്ട് കരയിൽ ഇറങ്ങാൻ സ്ഥലമില്ല എന്ന വാർത്ത കേട്ടപ്പോൾ മുബല്ലിഗീങ്ങളുടെ സഹായത്തോടു കൂടി കപ്പലിൽ തന്നെ നിന്നിട്ടായിരുന്നു പലരും മയ്യിത്ത് നമസ്കാരം നിർവഹിച്ചിരുന്നത്. ആരായിരിക്കും അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ? എന്തായിരിക്കും അദ്ദേഹത്തിന് ലോകത്തിൽ അന്നുണ്ടായിരുന്നതായ പ്രാധാന്യമെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. അങ്ങനെയുള്ള മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പോലത്തെ ഈ 3 പേരുടെ അടുക്കൽ മഹാനായ ഇമാം ബുഖാരി ഷോർട്ടാക്കി മുഖ്തസർ എന്ന പേര് വെച്ചിരുന്നത് അദ്ദേഹം ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇഖ്തിസാർ ചെയ്തതാണ് സഹീഹ് ഹദീസുകളെ. സഹീഹ് ഹദീസുകൾ ഫുൾ അല്ല, മുഴുവനല്ല ഇത്. ഞാൻ ഒരു പ്രത്യേക നിബന്ധനകൾ വെച്ചു. ആ നിബന്ധനകൾക്ക് ഒതുങ്ങുന്ന, അതിൽ അടങ്ങുന്ന, ആ നിബന്ധനകൾക്ക് കീഴ്പ്പെടുന്നതായ ഹദീസുകൾ മാത്രം ഞാൻ ഈ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് 3 പേരുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ അവരെല്ലാം അത്ഭുതത്തോടു കൂടിയാണ് അത് വായിച്ചതെന്നാണ്. വളരെ നല്ല ക്രോഡീകരണമാണെന്ന് അവർ സമ്മതിച്ചു എന്നാണ്. അവർക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നത് 4 ഹദീസുകളിൽ മാത്രമായിരുന്നു. അവർ ചില ചർച്ചയ്ക്ക് വിധേയമാണെന്ന് പറഞ്ഞത്. ഈ 4 ഹദീസുകളെ കുറിച്ച് ചർച്ചയ്ക്ക് വിധേയമാണെന്ന് പറഞ്ഞതായ ഹദീസിനെ കുറിച്ച് മഹാനായ ഇമാം അബൂ ജാഫർ മഹ്മൂദ് ബിൻ അംർ അൽ അഖീലി പറയുകയാണ്, യഥാർത്ഥത്തിൽ അതിൽ ഇമാം ബുഖാരിയുടെ കൂടെയാണ് സത്യം, ഇമാം ബുഖാരി സഹീഹാക്കിയ ഭാഗമാണ് സത്യം, അവര് ചർച്ച ചെയ്തതായ ആ ഹദീസുകൾ എന്ന്. അപ്പോൾ അത്രയും പ്രാധാന്യം നാം നൽകുന്നതായ ആ ബുഖാരിയെ തള്ളി, അതുപോലെ തന്നെ ഇമാം മുസ്ലിമിനെ കുറിച്ച് നിങ്ങൾ കേട്ടതുപോലെ പലപ്പോഴും തള്ളിയിട്ട് ഇതെല്ലാം കരിഞ്ചന്തയ്ക്ക് വിധേയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ഊതിപ്പറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരോട് പറയട്ടെ, അള്ളാഹു പറഞ്ഞത് ഇസ്ലാമിനെ കുറിച്ച് ഇത് റസൂലിന്റെ നാവിലൂടെ ഇത് സൂര്യപ്രകാശം പോലെയാണ്. സൂര്യപ്രകാശം ആർക്കെങ്കിലും ഊതിക്കിടത്താൻ പറ്റുമോ? നീ കത്തിച്ചതായ വിളക്ക് നിനക്ക് ഊതിക്കിടത്താൻ പറ്റുകയില്ല. നീ അല്പം ദൂരമാണെങ്കിൽ പിന്നെങ്ങനെയാണോ സൂര്യനെ നിനക്ക് കടത്താൻ പറ്റുക? അതുകൊണ്ട് ഇത് സൂര്യപ്രകാശം പോലത്തെ കത്തിച്ചൊലിക്കുന്നതായ അതിന്റെ പകൽ രാത്രി പകൽ പോലെ തന്നെയാണ്. അങ്ങനെയുള്ള കത്തിച്ചൊലിക്കുന്നതായ 5 വക്ത് നമസ്കാരം ഉൾക്കൊള്ളുന്ന മതത്തിൽ നിന്നിട്ട് വ്യതിചലിച്ചു പോകുന്നവൻ ഹാലികാണ്, നശിച്ചവനാണ് എന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും എന്റെ വലത് ഭാഗത്ത് എന്റെ വിഷമം കൊള്ളുന്നവരുമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രഖ്യാപനം ആണ്. അതെ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു തുടർന്നു താഅത്തിന്റെ ആയത്തുകളിൽ യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, വഅത്തിഉ റസൂല, റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക, വഉലുൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നിട്ട് മുസ്ലിങ്ങളിൽ നിന്നിട്ട് നിങ്ങളെ ഭരിക്കുന്ന ഭരണാധിപന്മാരെയും നിങ്ങൾ അനുസരിക്കുക. ഇസ്ലാമിക ഭരണകൂടം നടത്തുന്ന മുസ്ലിം ഭരണാധിപന്മാരെ നിങ്ങൾ അംഗീകരിക്കണം. അവര് പ്രകടമായ കുഫ്രിയത്ത് നിങ്ങളിൽ വെച്ച് നിങ്ങളിൽ വ്യാപകമാക്കാൻ വേണ്ടി പരിശ്രമിക്കാത്ത കാലത്തോളം നിങ്ങൾ അവർക്കെതിരിൽ പൊട്ടിപ്പുറപ്പെടാൻ പാടുള്ളതല്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രഖ്യാപനമാണ്. എന്നിട്ട് അല്ലാഹു തുടർന്നു, നിങ്ങൾ വല്ല പ്രശ്നത്തിലും ചർച്ച വരികയാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ ആ പ്രശ്നത്തെ മടക്കേണ്ടത് ആരിലേക്കാണ്? അള്ളാഹുലേക്കാണ്. പിന്നാരിലേക്കാണ്? റസൂലിലേക്ക് മടക്കണം. നിങ്ങൾ റസൂലിലേക്ക് മടക്കുമ്പോൾ റസൂലിന്റെ സുന്നത്ത് അന്വേഷിക്കേണ്ടി വരും. റസൂൽ എന്ത് പറഞ്ഞിട്ടുണ്ട് നമസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണത്തിൽ? റസൂൽ എന്ത് പറഞ്ഞിട്ടുണ്ട് ഖബർ കെട്ടിപ്പൊക്കുന്ന കാര്യത്തിൽ? റസൂൽ എന്ത് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു അല്ലാത്തവർക്ക് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ? റസൂൽ എന്ത് പറഞ്ഞിട്ടുണ്ട് ജന്മദിന മരണദിന ആഘോഷ കാര്യത്തിൽ? ഇതെല്ലാം റസൂൽ പറഞ്ഞതിലേക്ക് മടങ്ങേണ്ടി വരും. മടങ്ങിക്കഴിഞ്ഞാലോ സുന്നത്ത് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും, സുന്നത്ത് അംഗീകരിക്കേണ്ടി വരും. എപ്പോൾ? നിങ്ങൾ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ട് എന്നതിലേക്കുള്ള തെളിവാണ് നിങ്ങൾ സുന്നത്തിൽ വിശ്വസിക്കുക. അല്ലാഹു റസൂൽ അല്ലാഹുവിനെ അനുസരിക്കുമ്പോൾ അനുസരിക്കുക. അല്ലാഹു റസൂൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പരലോകത്തിൽ